അടുത്തതായി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. സാധാരണയായി നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ C++ന്റെ കമ്പൈലർ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത് മെയിൻ എന്ന ഫംഗ്ഷനിൽ നിന്നാണ്. മെയിൻ എന്ന ഫംഗ്ഷൻ എവിടെ ക്ലോസ് ചെയ്യുന്നു അവിടെ പ്രോഗ്രാം എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ ഇതിനെ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ചില കോഡിനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പല ആവശ്യത്തിനായി യൂസ് ചെയ്യണമെങ്കിൽ ആ കോഡ് തന്നെ നമ്മൾക്ക് വീണ്ടും മെയിൻ ഫംഗ്ഷനിൽ തന്നെ വീണ്ടും എഴുതേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫംഗ്ഷനെ സബ് ബ്ലോക്കുകളായി അല്ലെങ്കിൽ സബ് ഫംഗ്ഷൻസായി മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതായത് ചെറിയ ചെറിയ സെക്ഷനായി മാറ്റിയ ശേഷം ഇതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സബ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ കാണുന്ന ഒരു ഉദാഹരണം നോക്കാം. ഒരു ഫംഗ്ഷൻ നമ്മൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇവിടെ ഇൻറ്റ് അഡീഷൻ ബ്രാക്കറ്റിൽ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് നൽകിയിരിക്കുന്നു. ഇതിനുള്ളിൽ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അഡീഷൻ എന്ന ഫംഗ്ഷൻ എവിടെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിലേക്ക് 2 വാല്യൂസ് പാസ് ചെയ്ത് നൽകുന്നതാണ്. ആ 2 വാല്യൂസ് ആദ്യത്തെ വാല്യൂ എ എന്ന വേരിയബിളിലേക്കും രണ്ടാമത്തെ വാല്യൂ ബി എന്ന വേരിയബിളിലേക്കും സ്റ്റോർ ആകുന്നതും അതിനുശേഷം ഇതിലേക്ക് വന്ന് 2 വാല്യൂസ് ആഡ് ചെയ്ത് ആർ എന്ന ഈ വേരിയബിളിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതുമാണ്. ഇനി ഇൻറ്റ് എന്നാൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഏത് ഡേറ്റ ടൈപ്പാണ് എന്ന് പറഞ്ഞിരിക്കണം. ഇവിടെ ഇൻറ്റ് എന്ന് നൽകിയിരിക്കുന്നതിനാൽ ഈ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ വാല്യൂ തിരികെ റിട്ടേൺ ചെയ്യേണ്ടതാണ്. അതായത് ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അവിടേക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ്. ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് മെയിൻ ഫംഗ്ഷനകത്താണ്. മെയിൻ ഫംഗ്ഷനിൽ നോക്കാം, അഡീഷൻ എന്ന ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്തിരിക്കുന്നു. ഇതിൽ 5ഉം 3ഉം 2 വാല്യൂകൾ പാസ് ചെയ്യുന്നു. 5 എന്ന വാല്യൂ എ എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്കും 3 എന്ന് പറയുന്ന വാല്യൂ ബി എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്കും പാസ് ചെയ്യുന്നതാണ്. ഇതിനെ ആഡ് ചെയ്ത് റിസൾട്ട് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതാണ്. അതായത് 8 എന്നുള്ള വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതാണ്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ z എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യുന്നു. ഇനി അതിൻ്റെ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. അതായത് റിസൾട്ട് ഈസ് 8 എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള പ്രോഗ്രാമുകളെ സബ് ഫംഗ്ഷൻസായി മാറ്റി അത് ഡിഫൈൻ ചെയ്ത് മെയിൻ ഫംഗ്ഷനുള്ളിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷന് മുകളിലോ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷന് താഴെയോ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾക്ക് ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ മതി. ഇതേ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരു പ്രാവശ്യം നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ നമ്മൾക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മൾക്ക് മറ്റ് 2 നമ്പറിൻ്റെ അഡീഷൻ കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇതേ ഫംഗ്ഷനെ തന്നെ റീയൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫംഗ്ഷനെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 വേരിയബിൾസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനകത്തേക്ക് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന 2 വേരിയബിൾസിനെ പാരാമീറ്റർ വേരിയബിൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ പാസ് ചെയ്യുന്ന വാല്യൂവിനെ പാരാമീറ്റർ വാല്യൂ എന്നറിയുന്നു. ഇവിടെ 5ഉം 3ഉം ആണ് പാരാമീറ്റർ വാല്യൂ. അതേപോലെ തന്നെ ഇതാണ് ഫംഗ്ഷൻ ബോഡി. അതിനുശേഷം ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പ്. ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പ് എന്നാൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ്. ഇതേ രീതിയിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷനിലേക്ക് വാല്യൂസിനെ പാസ് ചെയ്യുന്ന രീതിയാണ് C++ൽ നമ്മൾ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം നോക്കാം. ഇവിടെ ഈ പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഫംഗ്ഷനെ എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനിലേക്ക് ആക്സസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സാധാരണയായി നമ്മൾ C++ൽ സാധാരണ 2 ടൈപ്പ് ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും അതേപോലെ തന്നെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസും. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിന് ഉദാഹരണമാണ്. ആദ്യമായി ഒരു ഫംഗ്ഷൻ നമ്മുടേതായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻഡെക്സ് ഇത്. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സിൻഡെക്സ് ഇങ്ങനെയാണ്. അതായത് ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഒരു ഫംഗ്ഷൻ എന്നാൽ ഫംഗ്ഷൻ ബ്ലോക്കുകളാണ്. അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ സബായി ഡിവൈഡ് ചെയ്ത് പല സെക്ഷനായി ചെയ്തതിന് ശേഷം അതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഒരു ഫംഗ്ഷൻ ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോഗ്രാമിൽ തന്നെ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനിൽ തന്നെ റീയൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ആദ്യമേ നമ്മൾക്ക് നോക്കാം. 2 നമ്പറിന് അഡീഷന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് നമ്പർ 1, നമ്പർ 2, അതോടൊപ്പം തന്നെ റിസൾട്ട്. 2 നമ്പർ സ്റ്റോർ ചെയ്യുന്നത് നമ്പർ 1 എന്ന മെമ്മറി ലൊക്കേഷനിലേക്കും അതേപോലെ തന്നെ നമ്പർ 2 എന്ന മെമ്മറി ലൊക്കേഷനിലേക്കും സ്റ്റോർ ചെയ്യുന്നു. ഇതിന്റെ അഡീഷൻ നമ്മൾക്ക് റിസൾട്ട് എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്കാണ് ലഭിക്കേണ്ടത്. ആദ്യമായി സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്, എൻ്റർ 2 നമ്പേഴ്സ്. അതിനുശേഷം പ്രോഗ്രാമിലേക്ക് 2 നമ്പർ പ്രോഗ്രാം ലഭിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കീബോർഡിൽ നിന്നും നമ്മൾ നൽകുന്ന നമ്പർ 1 എന്ന മെമ്മറിയിലേക്കും രണ്ടാമത്തെ നമ്പർ 2 എന്ന മെമ്മറി ലൊക്കേഷനിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷനായ അഡീഷൻ എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്, അതായത് മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ 2 വാല്യൂസ് നമ്മൾ കീബോർഡിൽ നിന്ന് ലഭിച്ച നമ്പർ 1 എന്ന വേരിയബിളിന്റെ വാല്യൂ അതേപോലെ തന്നെ നമ്പർ 2 എന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ പാസ് ചെയ്യുകയാണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷനിലേക്ക് പോകാം. അതായത് ഈ ഫംഗ്ഷൻ C++ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അഡീഷൻ എന്ന ഈ സെക്ഷൻ എന്താണ് എന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ മുകളിൽ ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിനാൽ ഇതൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണെന്ന് കമ്പൈലറിന് മനസ്സിലാകുകയും അതിനുശേഷം ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ സെക്ഷൻ എവിടെയാണോ നൽകിയിരിക്കുന്നത് അവിടെ C++ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഒരു ഫംഗ്ഷൻ ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് മെയിൻ ഫംഗ്ഷന് തൊട്ട് മുകളിലോ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അഡീഷൻ എന്ന ഈ ഫംഗ്ഷനിലേക്ക് 2 പാരാമീറ്റർ വേരിയബിളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഇന്റ് n1 ഉം ഇന്റ് n2 ഉം. അഡീഷൻ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഈ സെക്ഷനിൽ കീബോർഡിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന നമ്പർ അല്ലെങ്കിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന 2 നമ്പർ ഇതിലേക്ക് പാസ് ചെയ്യുന്നു. ഇതിനെയാണ് പാരാമീറ്റർ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ പാരാമീറ്റർ വാല്യൂസിനെ, അതായത് നമ്പർ 1 എന്ന വേരിയബിളിന്റെ വാല്യൂ n1 എന്ന ഈ വേരിയബിളിലേക്കും നമ്പർ 2 എന്ന വേരിയബിളിന്റെ വാല്യൂ n2 എന്ന ഈ വേരിയബിളിലേക്കും ലഭിക്കുന്നതാണ്. അതിനുശേഷം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സം എന്ന ഈ വേരിയബിളിലേക്ക് ഇവിടെ ലഭിച്ച n1 n2 എന്ന ഈ വേരിയബിൾസിന്റെ വാല്യൂസ് ആഡ് ചെയ്ത് സം എന്ന ഈ ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഈ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് ഇതിനെ ഇവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം ഫംഗ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഇൻറ്റിജർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റിജർ എന്നാൽ ഫംഗ്ഷൻ തീർച്ചയായും ഇവിടുന്ന് ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം, അതായത് റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഉപയോഗിച്ചിരിക്കണം. ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത് ഇൻറ്റിജർ വാല്യൂ ആണ്, അതിനാൽ ഇവിടെ ഇന്റ് എന്ന് നൽകിയിരിക്കുന്നു. ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഈ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനിലെ കോളിംഗ് സെക്ഷനിലേക്ക് വരുന്നതും റിസൾട്ട് എന്ന ഈ വേരിയബിളിലേക്ക് ഇൻറ്റിജർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. അതിനുശേഷം അഡീഷൻ ഈക്വൽ ടു റിസൾട്ട് എന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രോഗ്രാമിൽ ഉള്ള കാര്യങ്ങൾ പല സബ് ബ്ലോക്കുകളായി അല്ലെങ്കിൽ സബ് ഫംഗ്ഷൻസായി ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയും ആ ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുകയും തിരിച്ച് റിട്ടേൺ ചെയ്ത് ആ റിസൾട്ടിനെ അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾക്ക് മെയിൻ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യാനും സാധിക്കുന്നു. പ്രോഗ്രാം നമ്മൾക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇത് ആദ്യമായി 2 നമ്പർ എൻ്റർ ചെയ്യുന്നു. ആദ്യം എൻ്റർ ചെയ്ത നമ്പർ n1 എന്ന വേരിയബിളിലേക്കും രണ്ടാമത് എൻ്റർ ചെയ്ത നമ്പർ n2 എന്ന വേരിയബിളിലേക്കും പാസ് ചെയ്യുന്നതാണ് ഫംഗ്ഷനിൽ. അഡീഷൻ ഈക്വൽ ടു 32 എന്ന റിസൾട്ട് ഇവിടെ ലഭിച്ചതായി കാണാം. ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഒരു ഫംഗ്ഷൻ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രീതിയാണ് C++ൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. അതായത് ഡിവൈഡ് എന്നൊരു ഫംഗ്ഷനാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിവൈഡ് എന്ന ഈ ഫംഗ്ഷനിൽ 2 പാരാമീറ്റർ വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നു, എയും ബിയും. അതേപോലെ തന്നെ ഇത് ഇൻറ്റിജർ ടൈപ്പാണ്, അതിനാൽ ഇവിടുന്ന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ്. അതായത് എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു. ഡിവൈഡ് എന്ന് പറയുന്ന അതേ ഫംഗ്ഷൻ തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് 2 വാല്യൂ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ അത് ഡെസിമൽ പോയിന്റ് വാല്യൂസ് ആണ്.
ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പാരാമീറ്റർ വേരിയബിൾസ് രണ്ടും ഫ്ലോട്ട് ആണ്, ഫ്ലോട്ട് എയും ഫ്ലോട്ട് ബിയും. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് തന്നെയാണ്. അതിനാൽ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പും ഫ്ലോട്ട് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്ത് നമ്മൾക്കൊന്ന് നോക്കാം. ഇവിടെ രണ്ട് ഇൻറ്റിജർ വാല്യൂസ് എക്സും വൈയും നൽകി അതിനകത്തെ വാല്യൂസ് നമ്മൾ ഡിവൈഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. അവിടുന്ന് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. രണ്ടാമതായി എന്നും എമ്മും ഇത് രണ്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ്, ഡെസിമൽ വാല്യൂസ് ആണ്. ഈ എന്നിനെയും എമ്മിനെയും നമ്മൾ പാസ് ചെയ്യുന്നു. അതിവിടെ എയ്ക്കും ബിക്കും ലഭിക്കുന്നതാണ്. അതിന് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെയും പേര് ഡിവൈഡ് എന്ന് തന്നെ. അപ്പോൾ C++ പ്രോഗ്രാം ഇതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ C++ കമ്പൈലർ ഇതിനെ മനസ്സിലാക്കുന്നത് ഇതിൽ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂസിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കിയിട്ടാണ്. ഇവിടെ ആദ്യമേ നമ്മൾ പാസ് ചെയ്യുന്നത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയതിനാൽ ഇവിടെ ഇൻറ്റ് ഡിവൈഡ് എന്ന ഫംഗ്ഷൻ ആയിരിക്കും C++ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമതായി നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയതിനാൽ ഫ്ലോട്ട് ഡിവൈഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷൻ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വ്യത്യാസം വന്നിരിക്കണം. അതായത് ഒന്നെങ്കിൽ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പിൽ വ്യത്യാസം വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാരാമീറ്ററിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പാരാമീറ്റർ ഡാറ്റ ടൈപ്പിൽ വ്യത്യാസം വന്നിരിക്കണം. ഇതിൻ്റെ പ്രോഗ്രാം നോക്കാം. അടുത്തതായി ഈ പ്രോഗ്രാമിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നാൽ ഒരു ഫംഗ്ഷനെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ മറ്റാവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ മറ്റൊരു പർപ്പസിനായി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. C++ൽ ഇതിനെ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്നും പറയുന്നു. പ്രോഗ്രാം ഫ്ലോ നോക്കാം. ആദ്യമായി രണ്ട് ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഫംഗ്ഷൻ നെയിം രണ്ടും സെയിം തന്നെ, അതായത് ആഡ്. എന്നാൽ ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. അതായത് ആദ്യത്തെ ഫംഗ്ഷൻ ഫ്ലോട്ട് എന്ന ടൈപ്പിലും രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻറ്റിജർ ടൈപ്പായിട്ടുമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പാരാമീറ്റർ വാല്യൂസിലും വ്യത്യാസം കാണാം. ആദ്യത്തെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസ് ഫ്ലോട്ട് ആയിരിക്കണം. രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് 3 ഇൻറ്റിജർ വേരിയബിൾസ് ആയിരിക്കണം പാസ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ നമ്മൾക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. എന്നാൽ ഒന്നുകിൽ അതിൻ്റെ പാരാമീറ്ററിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരണം, അല്ലെങ്കിൽ പാരാമീറ്ററിലെ ഡാറ്റ ടൈപ്പിൽ വ്യത്യാസം വരണം, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പിൽ വ്യത്യാസം വന്നിരിക്കണം. ഇനി ആദ്യമായി സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതാണ്. എൻ്റർ ഇൻറ്റിജർ വാല്യൂസ് ഫോർ അഡീഷൻ. എൻ്റർ ചെയ്യുന്ന 3 വാല്യൂസ് ആദ്യം പറഞ്ഞിരിക്കുന്ന 3 ഇൻറ്റിജർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അതായത് A, B, C. രണ്ടാമത് എൻ്റർ ചെയ്യുന്ന ഡെസിമൽ വാല്യൂസ് എന്നിലേക്കും എമ്മിലേക്കും സ്റ്റോർ ചെയ്യുന്നു. ഇനി ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ രണ്ട് ടൈപ്പിലുള്ള വാല്യൂസ് ആഡ് ചെയ്യുന്നതിനായി നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നു. ആദ്യമായി ആഡ് എന്ന ഫംഗ്ഷനിലേക്ക് 3 വേരിയബിൾ വാല്യൂസ് പാസ് ചെയ്യുന്നത്, അതായത് ഇൻറ്റിജർ ABC. ഇവിടെ ഇൻറ്റിജർ ABC ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂസ് പാസ് ചെയ്യുന്നതിനാൽ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് കമ്പൈലർ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് അതാത് ഫംഗ്ഷൻ തന്നെ അവിടെ കോൾ ചെയ്യുന്നതാണ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന ഈ പാരാമീറ്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ആവുന്നതും അതിനുശേഷം ഇതിൻ്റെ അഡീഷൻ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതുമാണ്. ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന അഡീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന R എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ ഫംഗ്ഷൻ നമ്മൾ ഇൻറ്റിജർ ടൈപ്പായി പറഞ്ഞതിനാൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളിൽ തന്നെ ആയിരിക്കണം. അടുത്തതായി രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ്, അതായത് എന്നിലേക്കും എമ്മിലേക്കും സ്റ്റോർ ചെയ്യുന്ന ഈ രണ്ട് വാല്യൂസ് ആഡ് എന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആയതിനാൽ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ഫ്ലോട്ട് എന്ന ഈ ഫംഗ്ഷൻ ആയിരിക്കും. ഫ്ലോട്ട് എന്ന ടൈപ്പ് പറഞ്ഞിരിക്കുന്ന ആഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടുന്ന് രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആഡ് ചെയ്ത് അതിനെ റിട്ടേൺ ചെയ്ത ശേഷം എക്സ് എന്ന ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും ഇതിൻ്റെ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യുന്നതുമാണ്. ഇതേ രീതിയിൽ ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ വ്യത്യസ്തങ്ങളായ ഡേറ്റകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്.
ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യമായി 3 ഇൻറ്റിജർ നമ്പേഴ്സ് നൽകുകയാണ് അഡീഷനായി. അതിനുശേഷം 2 ഡെസിമൽ പോയിന്റ് വാല്യൂസ് നൽകുന്നു. ഇത് രണ്ടും ആഡ് എന്ന ഫംഗ്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. C++ൽ എങ്ങനെ സ്ട്രിംഗ് ഹാൻഡിൽ ചെയ്യാം എന്ന് നോക്കാം. ക്യാരക്ടർ എന്ന മെമ്മറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ മെമ്മറി മറ്റും പറയുന്നത് പോലെ ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ മാത്രമേ ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് CHAR A എന്ന് പറയുന്ന ഒരു വേരിയബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു ആൽഫബറ്റ് മാത്രമേ നമുക്ക് സിംഗിൾ കോഡ്സിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു സ്ട്രിംഗ് മൊത്തമായി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ പറയുന്ന ഒരു സ്ട്രിംഗ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ക്യാരക്ടർ അറേയായി പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ആൽഫബറ്റും സ്റ്റോർ ചെയ്യുന്നത് ഓരോ മെമ്മറി ലൊക്കേഷനിലാണ്. അതിനാൽ ഒന്നിൽ കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അറേ വേണം എന്നുള്ള രീതിയിൽ ക്യാരക്ടർ മെമ്മറി അറേ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ക്യാരക്ടർ മെമ്മറിയിൽ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ വേരിയബിളിന്റെ സൈസ് അറേ സൈസ് 20 ആയി പറഞ്ഞിരിക്കുന്നു. ഈ മെമ്മറിയിലേക്ക് 20 സൈസ് ഉള്ള ഒരു സ്ട്രിംഗ് അല്ലെങ്കിൽ ഒരു പേര് നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ CINന്റെ കൂടെ ഈ വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൽ നിന്ന് നൽകുന്ന നെയിം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു അറേ സ്ട്രിങ്ങിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ വേരിയബിൾ നെയിം പറഞ്ഞതിന് ശേഷം സൈസ് ഇല്ലാതെ തന്നെ അറേ പറഞ്ഞിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾക്ക് n നമ്പർ ഓഫ് ക്യാരക്ടർ സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അറേ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനിൽ തന്നെ നമ്മൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പും മറ്റും ഇനിഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റിജർ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഓപ്പൺ ബ്രേസസിനുള്ളിൽ ഇതാ സിംഗിൾ കോഡ്സിൽ നമ്മൾക്ക് ഓരോ ക്യാരക്ടറായി ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അറേ എൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നതിനായി ഇവിടെ /0 എന്ന ക്യാരക്ടർ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കേണ്ടതാണ്. മറ്റുള്ള അറേ വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ക്യാരക്ടർ അറേയും ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമ്മൾക്ക് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്ന ഈ വാല്യൂസ് നോക്കാം. വേരിയബിൾ ഓഫ് 0 അതായത് അറേ ഇൻഡെക്സ് 0 ഈക്വൽ ടു ഒരു ക്യാരക്ടർ വാല്യൂ അസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ 1 ഇൻഡെക്സിൽ അടുത്ത ക്യാരക്ടർ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നാൽ ഏറ്റവും അവസാനമായി ഈ സ്ട്രിംഗ് എൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നതിനായി ഇവിടെ /0 നൽകേണ്ടതാണ്. അടുത്തതായി C++ൽ ഉപയോഗിക്കുന്ന സ്ട്രിംഗ് ഫങ്ഷൻസിനെ പരിചയപ്പെടാം. ഒരു സ്ട്രിങ്ങിലുള്ള വാല്യൂവിനെ മറ്റൊരു ക്യാരക്ടർ അറേ അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടർ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ സ്ട്രിംഗ് വേരിയബിളിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ strcpy എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ 2 സ്ട്രിംഗ് വേരിയബിൾ നൽകുവാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ സ്ട്രിംഗ് വേരിയബിളിലെ കണ്ടൻസ് ഒന്നാമത്തെ സ്ട്രിംഗ് വേരിയബിളിലേക്ക് കോപ്പി ചെയ്യുന്നതാണ്. സ്ട്രിംഗ് അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്ട്രിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ള പ്രോഗ്രാം നമ്മൾക്ക് ചെയ്ത് നോക്കാം. അടുത്തതായി C++ന്റെ ചില ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അതായത് സ്ട്രിംഗ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ പരിചയപ്പെടാം. C++ൽ ഫങ്ഷൻസ് 2 ടൈപ്പ് ഉണ്ട്. അതായത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും അതേപോലെ തന്നെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിനെ സബ് ബ്ലോക്കുകളാക്കി മാറ്റി നമ്മൾക്കതിനെ മെയിൻ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ സബ് ഫങ്ഷൻസിനെ മെയിൻ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. C++ന്റെ കമ്പൈലറിൽ ആൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ചില ഫങ്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയപ്പെടുന്നത്. അതായത് നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ള സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫങ്ഷൻ, അതേപോലെ തന്നെ സൈൻ വാല്യൂസ്, കോസ് വാല്യൂസ് തുടങ്ങിയ ഫങ്ഷന്റെ കാൽക്കുലേഷൻസ് എല്ലാം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫങ്ഷൻസ് എല്ലാം സ്ട്രിംഗ് എന്ന് പറയുന്ന ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ സ്ട്രിംഗ് ഫങ്ഷൻസിനെ അല്ലെങ്കിൽ സ്ട്രിംഗ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിന്റെ ഏതാനും ചില എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്ട്രിംഗ് CAT അതായത് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ. 2 സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ
രണ്ട് സ്ട്രിംഗ് വേരിയബിൾസ് നൽകിയിരിക്കുന്ന സ്ട്രിംഗ് തമ്മിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ strcat എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. രണ്ട് സ്ട്രിങ്ങിനെ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ strcmp എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ strcpy എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഒരു സ്ട്രിങ്ങിന്റെ ലെന്ത് അറിയണമെങ്കിൽ strlen എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ str കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്ട്രിങ്ങിന്റെ കണ്ടന്റ്സ് ആദ്യം പറഞ്ഞിരിക്കുന്ന സ്ട്രിംഗ് വേരിയബിളിലേക്ക് കോപ്പി ആവുന്നതാണ് അല്ലെങ്കിൽ കമ്പൈൻ ആവുന്നതാണ്. strcmp എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് മറ്റൊരു സ്ട്രിങ്ങിന് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. തുല്യമാണെങ്കിൽ ഇത് 0 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. സ്ട്രിംഗ് കോപ്പി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്ട്രിങ്ങിലെ കണ്ടന്റ്സിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്തെടുക്കും. അതായത് രണ്ടാമത്തെ സ്ട്രിങ്ങിലെ കണ്ടന്റ്സിനെ ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു സ്ട്രിങ്ങിന്റെ ലെന്ത്, അതായത് ഒരു സ്ട്രിങ്ങിൽ എത്രമാത്രം വേരിയബിൾസ്, ഒരു സ്ട്രിങ്ങിൽ എത്രമാത്രം ആൽഫബറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ strlen ബ്രാക്കറ്റിലെ സ്ട്രിംഗ് പറഞ്ഞാൽ ഇതൊരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. ഈ ഫംഗ്ഷൻസ് നമുക്ക് C++ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഒരു ഹെഡർ ഫയൽ C++ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് include string.string.h. കാരണം ഈ ഫംഗ്ഷന്റെ എല്ലാം മീനിങ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെല്ലാം C++ കമ്പൈലറിൽ ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് string.h എന്ന ഒരു ഫയലിലാണ്. ആ ഫയലിനെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുമായി കമ്പൈൻ ചെയ്യണം. അതിനാൽ ഇൻക്ലൂഡ് ഹെഡർ ഫയൽ സെക്ഷനിൽ string.h ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് math.h എന്ന ഹെഡർ ഫയലിലാണ് C++ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഏതെങ്കിലും നമ്മളുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് math.h എന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ടതാണ്. ഇൻലൈനായി ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് ഇൻലൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ ചെറിയ ഫംഗ്ഷൻസിനെ നമുക്ക് മാക്രോ ഡിക്ലെയർ ചെയ്ത് അതായത് കോഡിംഗ് ലൈനിൽ തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഇൻലൈൻ ഫംഗ്ഷൻസ്. ഇൻലൈൻ ഫംഗ്ഷൻസിന്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. ഇൻലൈൻ ടൈപ്പ്, അതായത് ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്സ്, അതിന്റെ ബോഡി, ഫംഗ്ഷൻ ബോഡി. വളരെ ചെറിയ ഫംഗ്ഷൻസ് മാത്രമേ ഇൻലൈൻ ആയി ഡിക്ലെയർ ചെയ്യാറുള്ളൂ. ഇൻലൈനായി ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്പീഡ് കൂടുന്നതാണ്. അടുത്തതായി റിക്കർസീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ റിക്കർസീവ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ മെയിൻ ഫംഗ്ഷനിലേക്കാണല്ലോ കോൾ ചെയ്യുന്നത്. എന്നാൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യുന്ന മെത്തേഡിനെ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഇവിടെ റിക്കർസീവ് ഫംഗ്ഷന്റെ ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ നിന്നും ടൈപ്പ് എ നമ്പർ എന്ന മെസ്സേജ് നൽകി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്പർ L എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി cout എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ തന്നെ ഫാക്ടോറിയൽ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഫാക്ടോറിയൽ എന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഇഫ് a ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ a ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് a മൈനസ് 1. ഇവിടെ കിട്ടുന്ന പാരാമീറ്റർ വേരിയബിളിനെ ഫാക്ടോറിയൽ ഓഫ് എയിലേക്ക് തന്നെ പാസ് ചെയ്ത് വീണ്ടും ഈ പറയുന്ന a എന്ന് പറയുന്ന വേരിയബിളിലേക്ക് തന്നെ പാസ് ചെയ്ത് അതിനെ വീണ്ടും റീകോൾ ചെയ്ത് കിട്ടുന്ന വാല്യൂസിനെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു. ഇതേ രീതിയിൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ റീകോൾ ചെയ്ത് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിക്കർസീവ് ഫംഗ്ഷൻ.